പ്രധാനമന്ത്രി നരേന്ദ്രമോദി हाइड्रोजन ട്രെയിനിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തത്സമയത്തിലേക്ക്. सर्टिफिकेशन नहीं हुआ है वहां पर हाइड्रोजन ट्रेन को चलाया जाएगा. होगा इससे ये कि जो डीजल पर निर्भरता है और अभी बहुत बड़ा शेयर नहीं है डीजल ट्रेन्स का हमारे देश में, उसको रिप्लेस करने में मदद मिलेगी, कार्बन उत्सर्जन घटेगा. और भारतीय रेलवे ने 2070 से बहुत पहले नेट जीरो का जो लक्ष्य रखा है उस दिशा में भारत को अब मिल चुका है अपना खुद का मेक इन इंडिया आत्मनिर्भर भारत को मजबूती प्रदान करने वाला एक ऐसा तंत्र जिसे अब आप जानेंगे हाइड्रोजन ट्रेन के तौर पर. और आज भारत उन चुनिंदा विकसित देशों की कड़ी में शामिल हो चुका है जहां पर अत्याधुनिक सुरक्षा प्रणालियों के साथ इस नई नमो ग्रीन ट्रेन का संचालन किया जाएगा. आपको बताएं कि इस ट्रेन में कई आधुनिक सुरक्षा प्रणाली लगाई गई हैं, जैसे कि हाइड्रोजन गैस लीक डिटेक्टर. जैसे ही कोई लीकेज होता है तुरंत डिटेक्ट कर लिया जाएगा उसको. आग और धुएं का पता लगाने वाले जो अल्ट्रा सेंसिटिव सेंसर्स हैं वो भी इसमें लगाए गए हैं. तापमान की निगरानी करने वाले सिस्टम्स हैं. किसी भी तरह की परेशानी को रोकने के लिए सुरक्षा सुनिश्चित की गई है. हाइड्रोजन कैसे आती है, तो जींद में पहले से ही ग्रीन हाइड्रोजन उत्पादन संयंत्र स्थापित किया गया है और वहां पर इलेक्ट्रोलाइसिस के जरिए പ്രേക്ഷകരെ രാജ്യം അതിവേഗം പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് ഹരിതോർജ്ജത്തിലേക്ക് കുതിക്കുന്നതിന്റെ പ്രകടമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക, പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് ഭാരതം അതിവേഗം ആധുനികമായിട്ടുള്ള സീറോ എമിഷൻ ഇന്ധനങ്ങളിലേക്കുള്ള മാറ്റത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി രാജ്യത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ഫ്ലെക്സ് ഫ്യൂവലുകളുമായി ബന്ധപ്പെട്ട് എഥനോൾ കലർത്തിയ പെട്രോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ E20 പെട്രോളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഭാരതത്തിൽ നടക്കുന്നു. അതിനൊപ്പം E85 പെട്രോൾ രാജ്യത്ത് വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഡീസലിൻ്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ ഐസോ ഡീസൽ എന്ന രീതിയിലുള്ള പുതിയ ഡീസൽ സംവിധാനം വരാൻ പോകുന്നു. അതിനൊപ്പം തന്നെയാണ് ഭാരതം ഈ ഹൈഡ്രജൻ ഇന്ധനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എമിഷൻ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പണ്ട് ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ആദ്യമായി ഉപയോഗിക്കുന്ന സമയത്ത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ICA എന്ന് വിളിക്കപ്പെടുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ രീതികളിലായിരുന്നു അത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നും പുരോഗമിച്ച ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലേക്കാണ് മാറിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എമിഷൻ വെറും വെള്ളമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായും മലിനീകരണമുക്തമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് പുതിയ ഗതാഗത മാർഗങ്ങളിലേക്ക് ഭാരതം മാറുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമോ ഗ്രീൻ റെയിൽ എന്ന പേരുള്ള ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആ ട്രെയിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പമാണ് ഒരു വശത്ത് ഭാരതം ഇലക്ട്രിക് ഗതാഗത രംഗത്തേക്ക് EV രംഗത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. നിരവധി ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ EVക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ബഹുമുഖമായ ഹരിതോർജ്ജ ഗതാഗത മാർഗങ്ങളിലേക്കാണ് ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ഉദ്ഘാടനം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു.